കഴിഞ്ഞില്ലേട്ടാ? നേരം കുറെ ആയല്ലോ ലാപ്പിന്റെ മുന്നിലിരിക്കാൻ തുടങ്ങിയിട്ട്. ആ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ DPR വരുന്ന വെള്ളിയാഴ്ച ബോർഡ് മെമ്പേഴ്സിന്റെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യാനുള്ളതാ. ഫൈനൽ ഡ്രാഫ്റ്റ് ക്ലിയർ ചെയ്ത് കൊടുത്താലേ എസ്റ്റിമേറ്റും ബഡ്ജറ്റും ഒക്കെ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ എന്നെ ക്രോസ് ചെക്ക് ചെയ്ത് ഫൈനൽ ചെയ്യേണ്ടായിരുന്നറിയോ? ഇവിടുത്തെ ഓരോ പ്രശ്നങ്ങൾ കാരണം നീണ്ടുപോയതാ. സ്വസ്ഥമായിട്ടൊന്നിരിക്കാൻ സമയം കിട്ടണ്ടേ? എന്തായാലും മാളുവിന്റെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം ഒതുങ്ങിയല്ലോ. അതിന്റെ ഒരു സമാധാനം ഇപ്പൊ എല്ലാവരിലും ഉണ്ട്. മാളുവിനെ ഈ അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവന്നതിന്റെ മുഴുവൻ ക്രെഡിറ്റും ജോബിന് തന്നെയാ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ അശ്വതി? ശരിയൊക്കെ തന്നെയാ. പക്ഷേ അവര് തമ്മിലുള്ള അടുപ്പം അതിരുവിടുന്നുണ്ടോന്ന് അമ്മയ്ക്കൊരു സംശയമില്ലാതില്ല. അതിനെക്കുറിച്ച് ഇന്നും കൂടെ സൂചിപ്പിച്ചേ ഉള്ളൂ. അതൊക്കെ അമ്മയുടെ വെറും തോന്നലാന്ന്. അവര് തമ്മിൽ അങ്ങനെ ഒരു റിലേഷനിലേക്കൊന്നും പോകുന്ന എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഒരു കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം. ജോബിനുമായിട്ട് കൂട്ടായതിനു ശേഷം മാളു അപ്പുവിന്റെ കാര്യത്തിൽ അത്ര താല്പര്യം കാണിക്കുന്നില്ല. അത് നീ ശ്രദ്ധിച്ചോ? എനിക്കും തോന്നി. ഒരുപക്ഷെ മനസ്സുകൊണ്ട് അവളും അതിൽ നിന്നൊന്നും മാറണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പു കോളേജിലും ചെല്ലുന്നില്ലെന്നാ മാളു പറഞ്ഞത്. അവളുടെ കാര്യങ്ങളൊക്കെ എന്തായോ എന്തോ. അതൊക്കെ ഇനി എന്തെങ്കിലും ആവട്ടെ. ഇനി നമ്മളായിട്ട് അതൊന്നും അന്വേഷിക്കാനോ അറിയാനോ പോകണ്ട. ഞാൻ അമ്മയ്ക്ക് മരുന്നെടുത്ത് കൊടുത്തിട്ട് വരാം. ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്ന വീഡിയോ ആണ്. അപൂർവയും മാളവികയും തമ്മിൽ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടെന്ന് അങ്കിളിന് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അങ്കിളുടെ ഫാമിലി ഫ്രണ്ട് എന്ന് പറയുന്ന ആള് തന്നെയാ അപൂർവയ്ക്കും മാളവികയ്ക്കും രഹസ്യമായി മീറ്റ് ചെയ്യാനുള്ള എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കുന്നത്. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ മുമ്പ് നടന്നതിനേക്കാളും വഷളായെന്നിരിക്കും. എൻ്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അറിയിക്കാൻ മടിക്കരുത്. അങ്കിള് ശരിക്കും ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുക. അമ്മ നേരത്തെ കിടന്നു. എന്താ എന്തു പറ്റി? എന്തു പറ്റാൻ? ഒരു തരത്തിലും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാ പിന്നെ എന്തു ചെയ്യും? നമ്മൾ പ്രതീക്ഷിച്ച പോലൊന്നും അല്ല അശ്വതി കാര്യങ്ങളുടെ പോക്ക്. എല്ലാവരും നമ്മളെ പറ്റിക്കാനാണ് ശ്രമിക്കുന്നത്. എല്ലാവരും. എന്താ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതിനു മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്? മാളു ഇപ്പോഴും രഹസ്യമായിട്ട് അപ്പുവിനെ കാണാറുണ്ടെന്ന്. അതിനവളെ ഹെൽപ്പ് ചെയ്യുന്നത് ജോബിനാണെന്ന്. ആരാ ഇതൊക്കെ പറഞ്ഞത്? അരുണിന്റെ വാട്സപ്പ് മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പുവും മാളുവും ജോബിനുമായി ഒരുമിച്ച് നിൽക്കുന്നതിന്റെ തെളിവ് സഹിതം. ദാ നോക്ക്. ഇത് അരുണിനെങ്ങനെ? അയാളുടെ ഏതോ ഒരു ഫ്രണ്ട് അയച്ചു കൊടുത്താണെന്നാ പറഞ്ഞത്. ഇത് അയാൾക്ക് എങ്ങനെ കിട്ടിയെന്നുള്ളതല്ലല്ലോ അശ്വതി ഇവിടുത്തെ പ്രശ്നം. ഇപ്പോഴും നമ്മുടെ കണ്ണു വെട്ടിച്ച് അപ്പുവിനെ അവൾ കോണ്ടാക്ട് ചെയ്യുന്നു എന്നുള്ളതാ. അതിനവളെ സഹായിക്കുന്നത് ജോബിനും. അപ്പൊ അവനെ വിശ്വസിച്ച് നമ്മൾ മണ്ടന്മാരായി. ഇതങ്ങനെ വിട്ടുകളയാൻ പാടില്ല. എന്താ അവളുടെ ഉദ്ദേശം എന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. വേണ്ട, ഇപ്പൊ അവളോട് ഒന്നും ചോദിക്കാൻ പോകണ്ട. അതെന്താ ചോദിച്ചാല്? ചോദിക്കാം, പക്ഷെ അത് ഈ രാത്രി തന്നെ വേണമെന്ന് എന്തിനാ വാശി പിടിക്കുന്നത്? മാളു ഒരുവിധവും ഓക്കെയായി വരുന്നതേ ഉള്ളൂ. അതിനിടയിൽ ഈ കാര്യം ചോദിച്ചും പറഞ്ഞും അവളുടെ മനസ്സ് നമ്മളായിട്ട് ഇനി വേദനിപ്പിക്കാൻ പാടില്ല. അതെന്താ ആലോചിക്കാത്തത്? അത് മാത്രമല്ല, അപ്പുവും മാളുവും ജോബിന്റെ പ്രസൻസിലാണല്ലോ കണ്ടത്. ആ മീറ്റിംഗ് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ജോബിനറിയാതിരിക്കില്ലല്ലോ. എങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ജോബിനോട് തന്നെ ചോദിക്കുന്നതല്ലേ നല്ലത്. അത് മതി.
ചിലപ്പോ നമ്മൾ ഉദ്ദേശിക്കാത്ത എന്തെങ്കിലും കാരണം അവരുടെ ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ ഉണ്ടാവുമെങ്കിലോ? എങ്കിലത് മതി. അയാൾക്ക് നമ്മളോട് കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നാളെ ഞാൻ എന്തായാലും ജോബിനെ ഒന്ന് കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടേ അരുണിന് റിപ്ലൈ ചെയ്യുന്നുള്ളൂ. എന്തിനാ അരുണിന് റിപ്ലൈ ചെയ്യുന്നത്? അയാൾ ഇനി മാളുവിന്റെ കാര്യത്തിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യാതിരിക്കുന്നത് തന്നെയാ നല്ലത്. കാര്യം നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആ പയ്യൻ ഇങ്ങനെ സ്പൈ വർക്ക് ചെയ്യുന്നതൊന്നും അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് മാളു അയാളുടെ കാര്യം പറഞ്ഞതുകൂടി കേട്ടപ്പോ എനിക്കെന്തോ ആ പയ്യനോടുള്ള മതിപ്പൊക്കെ പോയി. എല്ലാം ഒരുവിധം ഒന്ന് നേരെ ആയാലും ഒന്ന് സമാധാനിച്ചു വന്നതാ. ഇപ്പൊ ഉള്ള സമാധാനം കൂടെ പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഹലോ. ഹലോ അപ്പു. എന്താ വിളിച്ചേ? ഒന്നുമില്ല, വെറുതെ വിളിച്ചതാ. നീ കിടന്നോ അപ്പു? ഇല്ല. എന്തെടുക്ക? കുറച്ച് ജോലി ഉണ്ടായിരുന്നു. എന്നെ കെട്ടാൻ പുറപ്പെട്ടു വരുന്ന ആ കാനഡ ഡോക്ടർക്ക് വിശദമായിട്ടൊരു മെയില് തയ്യാറാക്കി അയച്ചു. അതിന്റെ പണിപ്പുരയിലായിരുന്നു. നീ അയാളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞോ? യെസ്, അതാണല്ലോ വിശദമായി എന്ന് പറഞ്ഞത്. അപ്പു ആരാണെന്ന് അയാളിപ്പോ ശരിക്കും മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ.